ഹലോ ട്രേഡേഴ്സ്, ട്രേഡിങ്ങിനെ പറ്റി എ ടു ഇസഡ് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന ഈ ഒരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് നമുക്കൊരു ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോമിൽ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, എങ്ങനെ ഒരു ക്രിപ്റ്റോ കറൻസി മേടിക്കാം, വിൽക്കാം, അതുപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വിഡ്രോ ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എപ്പോഴാണ് ഒരു ക്രിപ്റ്റോ കറൻസി മേടിക്കേണ്ടത്, ഏത് സമയത്താണ് ഒരു ക്രിപ്റ്റോ കറൻസി വിൽക്കേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളുമാണ്. ടെക്നിക്കൽ അനാലിസിസിലൂടെയാണ് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്താണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് നോക്കാം. അതായത് ഇപ്പോൾ ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി കഴിഞ്ഞ ആഴ്ചകളിലും കഴിഞ്ഞ ദിവസങ്ങളിലും മൂവ് ചെയ്തിട്ടുള്ള പ്രൈസ് പോയിന്റ്സ് ഉണ്ടായിരിക്കും. അതായത് ബിറ്റ്കോയിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഹിസ്റ്റോറിക്കലി മൂവ് ചെയ്തിട്ടുള്ള പ്രൈസ് മൂവ്മെൻറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഓക്കെ, കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ ദിവസങ്ങളിലും ബിറ്റ്കോയിൻ ഏതൊക്കെ വഴിയാണ് മൂവ് ചെയ്തിട്ടുള്ളത് അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തുകൊണ്ട് ഭാവിയിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ മുകളിലേക്ക് വില കൂടാനായിട്ടാണോ അത് വില ഇടിയാനായിട്ടാണോ സാധ്യത എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന അനാലിസിസിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറയാം, ഹിസ്റ്റോറിക്കലി ഉള്ള പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ വില കൂടാനായിട്ടാണോ സാധ്യത, വില ഇടിയാനായിട്ടാണോ സാധ്യത എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന അനാലിസിസാണ് ടെക്നിക്കൽ അനാലിസിസ്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിച്ച് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹിസ്റ്റോറിക്കലി ഉള്ള ഒരു പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സിനെയാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കലി ഉള്ള ഒരു പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനെ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ചാർട്ടിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഹിസ്റ്റോറിക്കലിയുള്ള പ്രൈസിനെ അനലൈസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്. ഓക്കെ, ജപ്പാനീസ് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എന്ന് നമ്മൾ വിളിക്കും, ജപ്പാനീസ് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ആ ഒരു ജപ്പാനീസ് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്. ഗ്രീൻ കളറിലും റെഡ് കളറിലും ഒക്കെ നിങ്ങൾക്ക് കാണാം, ഒരുപാട് ക്യാൻഡിൽസ് ഇവിടെ ഫോമായി നിൽക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നതാണ്. അതിനു മുന്നേ ടെക്നിക്കൽ അനാലിസിസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻ്റർഫേസിലായിരിക്കും ആദ്യം തന്നെ ഓപ്പണായി വരുന്നത്. പ്ലാറ്റ്ഫോമിൻ്റെ പേരൊന്ന് നോട്ട് ചെയ്തോളൂ, tradingview.com, 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 tradingview.com എന്നാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഈ ഒരു പോയിന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും, നമുക്ക് നമ്മുടെ മെയിൽ ID കൊടുത്തുകൊണ്ട് തന്നെ ലോഗിൻ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ അവിടെ ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് കാണാം പ്രോഡക്ട്സിനകത്ത് സൂപ്പർ ചാറ്റ്സ് സെലക്ട് ചെയ്യുക. പ്രോഡക്ട്സിനകത്ത് സൂപ്പർ ചാറ്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ ഈ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ വന്നതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ ക്യാൻഡിൽസും കാര്യങ്ങളും എല്ലാം കാണാം. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിന് ജസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസ് എല്ലാം ഈ ഒരു പോയിന്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. റൈറ്റ് സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വാച്ച് ലിസ്റ്റ്, അതായത് നമുക്ക് ഇഷ്ടമുള്ള ക്രിപ്റ്റോ കറൻസികൾ നമുക്ക് ആഡ് ചെയ്ത് വയ്ക്കാൻ സഹായിക്കുന്ന പോർഷനാണ് ഈ കാണുന്ന വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ക്രിപ്റ്റോ കറൻസി ആഡ് ചെയ്യണമോ ഈ ഒരു പോയിന്റിൽ ആഡ് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എനിക്ക് കാണേണ്ടത് അല്ലെങ്കിൽ എനിക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ടത് ETH ആണ്. ETH സെർച്ച് ചെയ്യുക, ETH USDT സെർച്ച് ചെയ്യുക. ഇത് ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ഈ കാണുന്നതിൽ പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നേരെ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ഇത് ആഡ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് ബിറ്റ് കോയിനും കൂടെ ആഡ് ചെയ്യണം. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, BTC USDT. ഓക്കെ, ഇത് ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, നേരെ എന്ത് ചെയ്യും, വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ആകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് നമ്മുടെ ക്രിപ്റ്റോ കറൻസികളെ ആഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ബിറ്റ് കോയിൻ്റെ ചാർട്ടാണ്, ഈ കാണുന്നത് ബിറ്റ് കോയിൻ്റെ ചാർട്ടാണ്. നേരെ ഞാൻ ETHൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ETH എതേറിയത്തിൻ്റെ ചാർട്ടിലേക്ക് പോയത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഈ റെഡ് കളറും ഗ്രീൻ കളറും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിനെയാണ് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത്. ടൂൾസ്, നമുക്ക് ടെക്നിക്കൽ അനാലിസിസിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ടൂൾസ് ഉള്ളത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. ഓരോന്നും നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്നതാണ്. റൈറ്റ് സൈഡിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇഷ്ടമുള്ള ക്രിപ്റ്റോ കറൻസിയിൽ ആഡ് ചെയ്ത് വെക്കാൻ സഹായിക്കുന്ന വാച്ച് ലിസ്റ്റാണ് റൈറ്റ് സൈഡിലുള്ളത്. അതിനുശേഷം ഇവിടെയും വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ XRP വേണം എങ്കിലും എന്ത് ചെയ്യാം, XRP USDT വന്നിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ ചാർട്ടിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. തൊട്ടടുത്ത് നമുക്കിവിടെ 30 മിനിറ്റ്, 1 മിനിറ്റ്, അതുപോലെ തന്നെ 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് ഇതെല്ലാം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സമയം ഒരു
കുറേ സമയങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. 1 ഡേ ഉണ്ട്, 1 വീക്ക് ഉണ്ട്, 1 മന്ത് ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈം ഫ്രെയിം. നോട്ട് ചെയ്യുക, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈം ഫ്രെയിം. ടൈം ഫ്രെയിം അതായത് ഞാനിപ്പോൾ ഇവിടെ 30 മിനിറ്റാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. 30 മിനിറ്റാണ് ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനർത്ഥം ഓരോ 30 മിനിറ്റിൻ്റെ പ്രൈസ് മൂവ്മെൻ്റ് ആണ് നമുക്ക് ഓരോ ക്യാൻഡിൽസും കാണിച്ചു തരുന്നത്. നോട്ട് ചെയ്യുക, ഓരോ ക്യാൻഡിലും ഓരോ 30 മിനിറ്റിലെ പ്രൈസ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? പുതിയൊരു ക്യാൻഡിൽ ഫോം ആകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ആ 30 മിനിറ്റ് കഴിയുമ്പോൾ പുതിയൊരു ക്യാൻഡിൽ ഫോം ആകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഓരോ 30 മിനിറ്റ് ഇടവിട്ട് ഓരോ ക്യാൻഡിൽസ് ഫോം ആകാനായിട്ട് തുടങ്ങും. ഇനി ഞാനിവിടെ 15 മിനിറ്റ് ആക്കിയാലോ? ഓരോ 15 മിനിറ്റ് ഇടവിട്ട് ഓരോ ക്യാൻഡിൽസ് ഫോം ആകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ എത്രയാണോ ടൈം ഫ്രെയിം കൊടുക്കുന്നത്, ആ ടൈം ഫ്രെയിമിൽ നടന്നിട്ടുള്ള പ്രൈസ് മൂവ്മെൻ്റ് ആയിരിക്കും ഓരോ ക്യാൻഡിൽസും നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? പുതിയൊരു ക്യാൻഡിൽ ഫോം ആകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? 1 മിനിറ്റ് ഇപ്പോൾ പ്ലോട്ട് ചെയ്യുവാണ്. ഓക്കെ, 1 മിനിറ്റ് ടൈം ഫ്രെയിം ഇപ്പോൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? ഓരോ 1 മിനിറ്റ് കഴിയും തോറും ഓരോ പുതിയ ക്യാൻഡിൽസ് ഫോം ആകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ കംപ്ലീറ്റ് ആകാനായിട്ട് ഇനി 19, 18 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. 17 സെക്കൻഡ്, 16 സെക്കൻഡ് നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിൽ കാണാം. അപ്പോൾ ഈ ഒരു ഇനി 12 സെക്കൻഡ്, 11 സെക്കൻഡ് ഇത് ഫുള്ള് കംപ്ലീറ്റ് ആകുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. നെക്സ്റ്റ് പുതിയൊരു ക്യാൻഡിൽ ഫോം ആകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 2, 1, 0 കണ്ടോ? പുതിയൊരു ക്യാൻഡിൽ അടുത്ത ക്യാൻഡിൽ ഫോം ആകാനായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ആ റെഡ് ക്യാൻഡിൽ ക്ലോസ് ആയി. അപ്പോൾ ഇങ്ങനെ ഓരോ മിനിറ്റ് കഴിയുന്തോറും എന്ത് ചെയ്യും? പുതിയ ക്യാൻഡിൽ ഫോം ആയിക്കൊണ്ടേയിരിക്കും. ഇനി നമ്മൾ നേരത്തെ കണ്ടതുപോലെ 30 മിനിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഓരോ 30 മിനിറ്റിലായിരിക്കും നമുക്ക് ഓരോ ക്യാൻഡിൽ ഫോം ആകുന്നത് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ടൈം ഫ്രെയിം എന്ന് വിളിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ചില ക്യാൻഡിൽ റെഡ് കളറിലും ചില ക്യാൻഡിൽ ഗ്രീൻ കളറിലും ഫോം ആകുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുന്നേ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ അനാട്ടമിയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് കൃത്യമായിട്ട് നോട്ടൊന്ന് വരച്ച് എഴുതിയെടുക്കുക. അപ്പോൾ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ഷേപ്പിലായിരിക്കും. ഒരു ബോഡി ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിലാണ് നമുക്കൊരു ക്യാൻഡിൽ സ്റ്റിക്കിനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ മേൽഭാഗത്തെ നമ്മൾ അപ്പർ വിക്ക് എന്നാണ് വിളിക്കുന്നത്. നോട്ട് ചെയ്യുക, ഈ മേൽഭാഗത്തെ നമ്മൾ അപ്പർ വിക്ക് എന്ന് വിളിക്കുന്നു. അപ്പർ വിക്ക്. ഈ താഴെ കാണുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ലോവർ വിക്ക് എന്നാണ് വിളിക്കുന്നത്. ലോവർ വിക്ക്. മേളത്തതിനെ അപ്പർ വിക്ക് എന്നും താഴത്തേനെ ലോവർ വിക്ക് എന്നുമാണ് വിളിക്കുന്നത്. മിഡിൽ ഈ കാണുന്നതാണ് ബോഡി. ബോഡി. അപ്പോൾ ഈ 3 ഭാഗങ്ങളാണ് ഒരു ക്യാൻഡിൽ സ്റ്റിക്കിന് വരുന്നത്. അപ്പർ വിക്ക് ഉണ്ട്, ലോവർ വിക്ക് ഉണ്ട്, ബോഡി ഉണ്ട്. അപ്പോൾ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിലൂടെ 4 പ്രൈസ് ഡേറ്റയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ക്യാൻഡിൽ സ്റ്റിക്കിലൂടെ 4 പ്രൈസ് ഡേറ്റാസ് കിട്ടുന്നുണ്ട്. ഏതൊക്കെയാണ് എന്ന് നോക്കാം. OHLC. എന്താണ് ഈ ഒരു OHLC? ഓപ്പൺ പ്രൈസ്. അതായത് 30 മിനിറ്റാണ് ഞാൻ ടൈം ഫ്രെയിം പ്ലോട്ട് ചെയ്തെങ്കിൽ ആ 30 മിനിറ്റിൽ ഓപ്പണായ വില, ആ 30 മിനിറ്റിൽ ഓപ്പണായ വില നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 30 മിനിറ്റാണ് ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ 30 മിനിറ്റിൽ ഏറ്റവും ഹൈ പോയിട്ടുള്ള ഹൈ പ്രൈസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലോ, ആ 30 മിനിറ്റിൽ ഏറ്റവും ലോ വന്നിട്ടുള്ള വില നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതേസമയം ആ ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ അവസാനം ക്ലോസ് ആയിട്ടുള്ള വിലയും നമുക്കറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു ക്യാൻഡിൽ സ്റ്റിക്കിലൂടെ 4 പ്രൈസ് ഡേറ്റയാണ് നമുക്ക് കിട്ടുന്നത്. ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ് എന്നീ 4 ഡേറ്റാസ് നമുക്ക് കിട്ടുന്നതാണ് OHLC. അപ്പോൾ 30 മിനിറ്റാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ 30 മിനിറ്റിൽ ഓപ്പണായ വില അറിയാനായിട്ട് കഴിയും. ഈ 30 മിനിറ്റിൽ ഹൈ പോയിട്ടുള്ള വില അറിയാനായിട്ട് കഴിയും. ഈ 30 മിനിറ്റിൽ ലോ വന്നിട്ടുള്ള വില അറിയാനായിട്ട് കഴിയും. ഈ 30 മിനിറ്റ് കഴിയുമ്പോൾ അവസാനം ക്ലോസ് ആയിട്ടുള്ള വിലയും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഞാനിവിടെ 1 ഡേ ആണ് ടൈം ഫ്രെയിം കൊടുത്തതെങ്കിലോ ഈ കാണുന്നത് കണ്ടോ, ഒരു ദിവസം. അതായത് ഓരോ ദിവസവും ഓരോ ക്യാൻഡിൽ വെച്ച് ഫോം ആകുന്ന രീതിയാണ് 1 ഡേയിൽ വരുന്നത്. അപ്പോൾ 1 ഡേ കൊടുക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം ഓപ്പണായ വില അറിയാനായിട്ട് കഴിയും, അന്നത്തെ ദിവസം ഹൈ പോയിട്ടുള്ള വില അറിയാനായിട്ട് കഴിയും, അന്നത്തെ ദിവസം ലോ വന്നിട്ടുള്ള വില അറിയാനായിട്ട് കഴിയും, അന്നത്തെ ദിവസം കഴിയുമ്പോൾ ക്ലോസ് ആയിട്ടുള്ള വിലയും അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ 4 പ്രൈസ് ഡേറ്റയാണ് ഒരു ക്യാൻഡിൽ സ്റ്റിക്കിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ആ ഗ്രീൻ കളറിലും റെഡ് കളറിലും ഫോം ആകുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഗ്രീൻ കളർ ക്യാൻഡിലിനെ നമ്മൾ വിളിക്കുന്നത് ബുള്ളിഷ് ക്യാൻഡിൽ എന്നാണ്.
നോട്ട് ചെയ്യുക. ഗ്രീൻ കളർ ക്യാൻഡലിനെ നമ്മൾ വിളിക്കുന്നത് ബുള്ളിഷ് ക്യാൻഡിൽ എന്നും അതേസമയം റെഡ് കളർ ക്യാൻഡിലിനെ നമ്മൾ വിളിക്കുന്നത് ബെയറിഷ് ക്യാൻഡിൽ എന്നുമാണ്. ഗ്രീൻ കളർ ക്യാൻഡിലിനെ ബുള്ളിഷ് ക്യാൻഡിൽ എന്നും റെഡ് കളർ ക്യാൻഡിലിനെ ബെയറിഷ് ക്യാൻഡിൽ എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത് വില കൂടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ബുള്ളിഷ് ക്യാൻഡിൽ വില കൂടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഗ്രീൻ കളറിൽ ഫോം ആകുന്ന ബുള്ളിഷ് ക്യാൻഡിൽ വില കൂടുന്നതിനെ സൂചിപ്പിക്കുന്നു. അതേസമയം ബെയറിഷ് ക്യാൻഡിൽ എടുത്താലോ വില ഇടിയുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. വില താഴേക്ക് ഇടിയുന്നതിനെയാണ് ബെയറിഷ് ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. റെഡ് കളറിലാണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ആകുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ആ ചാർട്ട് എടുത്തപ്പോൾ തന്നെ ഗ്രീൻ കളറിലും റെഡ് കളറിലുമാണ് ആ ഓരോ ക്യാൻഡിൽസും ഫോം ആയിക്കൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ അപ്പർ വീക്കുണ്ട്, ലോവർ വീക്കുണ്ട്, അതുപോലെ തന്നെ ബോഡിയും നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം ആണ്. ബുള്ളിഷ് ക്യാൻഡിൽ എന്തുണ്ട്, അപ്പർ വീക്കുണ്ട്, ലോവർ വീക്കുണ്ട്, ബോഡിയുണ്ട്. ബെയറിഷ് ക്യാൻഡിൽ നോക്കിയാലും അപ്പർ വീക്കുണ്ട്, ലോവർ വീക്കുണ്ട്, ബോഡിയുണ്ട്. പിന്നെ എന്താണ് ഇത് ഗ്രീനിലും റെഡിലും ഫോം ആകുന്നത് എന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഹൈ പ്രൈസ് അറിയാനായിട്ട് കഴിയുന്നത് ഈ ഒരു വിക്കിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഹൈ പ്രൈസ് വരുന്നത്. ഒരു എക്സാമ്പിൾ ഞാനിവിടെ ഹൈ പ്രൈസ് ഞാനിവിടെ ഒരു 120 രൂപ കൊടുക്കുകയാണ്. ഓക്കെ, 120 രൂപ ഹൈ പ്രൈസ്. സെയിം ആണ് നമ്മുടെ ബെയറിഷ് ക്യാൻഡിലും ഈ ഒരു വിക്കിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഹൈ പ്രൈസ് വരുന്നത്. ഓക്കെ, ഞാനിവിടെ 120 കൊടുക്കുന്നു. സെയിം നമ്മൾ എന്താണോ നമ്മുടെ ബുള്ളിഷ് ക്യാൻഡിൽ കണ്ട അതേ സെയിം ആണ് ഹൈ വരുന്നത് നമ്മുടെ ബെയറിഷ് ക്യാൻഡിലും. ഇനി ഞാനിവിടെ ലോ കൊടുക്കുന്നു. വിക്കിൻ്റെ ഏറ്റവും താഴെയാണ് ലോ പ്രൈസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ലോ കൊടുക്കുന്നു. ലോ വരുന്നത് 90 രൂപയാണ്. ഓക്കെ, ലോ ഞാൻ കൊടുത്തിട്ടുള്ളത് 90 രൂപയാണ്. സെയിം ആണ് നമ്മുടെ ബെയറിഷ് ക്യാൻഡിൽ എടുത്ത് നോക്കിയാലും ലോ വരുന്നത് അതേ 90 രൂപ തന്നെ കൊടുക്കാം. വിക്കിൻ്റെ ഏറ്റവും താഴെ ലോ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ് കണ്ടോ, ഹൈയും ലോയും. നമ്മുടെ ആ ഒരു ക്യാൻഡിലിൻ്റെ അപ്പർ വീക്കിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഹൈ വരുന്നത്, ബുള്ളിഷ് ആയിക്കോട്ടെ ബെയറിഷ് ആയിക്കോട്ടെ. ലോവർ വീക്കിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലാണ് ലോ വരുന്നത്. അതുതന്നെയാണ് ബെയറിഷ് ക്യാൻഡിലും ഈ ഒരു വിക്കിൻ്റെ ഏറ്റവും താഴ്ഭാഗത്താണ് ലോ വരുന്നത്. ഇനി ബോഡിയിലാണ് നമുക്ക് ആ പ്രധാനപ്പെട്ട വ്യത്യാസം കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ പ്രൈസ് വരുന്നത് എപ്പോഴും താഴെയായിരിക്കും. ഓപ്പൺ പ്രൈസ് വരുന്നത് താഴെയായിരിക്കും. അതായത് ഈ ഒരു ടൈം ഫ്രെയിമിൽ ഓപ്പണായ വില, ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ 100 രൂപ കൊടുക്കുകയാണ്. 100 രൂപയിൽ ഓപ്പണായി. അതിനുശേഷം ഈ ഒരു 30 മിനിറ്റ് ടൈം ഫ്രെയിം ആണല്ലോ. 100 രൂപയിൽ ഓപ്പണായി. അതിനുശേഷം ഹൈ പോയിട്ടുണ്ട് 120 രൂപ, ലോ വന്നിട്ടുണ്ട് 90 രൂപ. അവസാനം ക്ലോസ് ആയപ്പോൾ എത്രയിൽ വന്ന് ക്ലോസ് ആയി? ക്ലോസ് പ്രൈസ് എപ്പോഴും മുകളിലായിരിക്കും വരുന്നത്. ആ ബോഡിയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് ക്ലോസ് ആയത് അറൗണ്ട് ഒരു 110 രൂപ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ 30 മിനിറ്റിൽ ഓപ്പൺ ആയത് 100 രൂപയിലാണ്. പക്ഷേ അവസാനം വന്ന് ക്ലോസ് ആയതോ 110 രൂപയിലാണ്. അതായത് വില കൂടിയത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ ബെയറിഷ് ക്യാൻഡിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ പ്രൈസ് വരുന്നത് മുകളിലാണ്. ഓപ്പൺ പ്രൈസ് വരുന്നത് മുകളിലാണ്. ഞാൻ 110 കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഈ 30 മിനിറ്റ് കഴിയുമ്പോൾ ഹൈ മേക്ക് ചെയ്തു, ലോ മേക്ക് ചെയ്തു, അവസാനം വന്ന് ക്ലോസ് ആയത് എത്ര രൂപയിലാണ്? ക്ലോസ് പ്രൈസ് വരുന്നത് 100 രൂപ ഞാൻ കൊടുക്കുകയാണ്. ക്ലോസ് 100. അതിനർത്ഥം എന്താണ്? ഈ 30 മിനിറ്റിൽ ഓപ്പൺ ആയത് 110 രൂപയിലും അവസാനം ഈ 30 മിനിറ്റ് കഴിയുമ്പോൾ വന്ന് ക്ലോസ് ആയത് 100 രൂപയിലുമാണ്. അപ്പോൾ ഇവിടെ വില ഇടിഞ്ഞത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ്, ഈ റീസൺ കൊണ്ടാണ് ബുള്ളിഷ് ക്യാൻഡിൽ ഗ്രീൻ കളറിലും അതുപോലെ തന്നെ ബെയറിഷ് ക്യാൻഡിൽ റെഡ് കളറിലും ഫോം ആകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഗ്രീൻ കളർ ക്യാൻഡിൽ എന്തുകൊണ്ടാണ് ഫോം ആകുന്നത്, റെഡ് കളർ ക്യാൻഡിൽ എന്തുകൊണ്ടാണ് ഫോം ആകുന്നത് എന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ജസ്റ്റ് നമ്മൾ എന്താണ് ക്യാൻഡിൽസ്റ്റിക് എന്നും ഈ ഒരു ട്രേഡിംഗ് വ്യൂ എന്ന പ്ലാറ്റ്ഫോമിന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയത് മാത്രമേ ഉള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസിനെ പറ്റി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിനി വരുന്ന സെഷനിലായിരിക്കും ഓരോന്നായിട്ട് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുന്നത്. പഠിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോട്ടിലൊന്ന് എഴുതിയെടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, മൊബൈൽ ഫോണിൽ നമുക്ക് ട്രേഡിംഗ് വ്യൂ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഓരോ ക്യാൻഡിൽസിനെയും ഗ്രീൻ കളറിലും റെഡ് കളറിലും ഒക്കെ ഫോം ആകുന്നത് കാണാം. അതുപോലെ തന്നെ വാച്ച് ലിസ്റ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, എതേറിയവും അതുപോലെ തന്നെ BTC USDT ഒക്കെ ഒന്ന് ആഡ് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ തിയററ്റിക്കലി മാത്രം പഠിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ കഴിയില്ല. പഠിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലി ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തും കൂടെ പോവുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പ്രാക്ടിക്കലി കാര്യങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു.